ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം ഓൾറെഡി നമ്മൾ പഠിച്ചു. വംശം എന്ന് പറയുന്ന ഉറുമ്പുകളെ കുറിച്ചുള്ള വിജയലക്ഷ്മി ടീച്ചറുടെ ഒരു മനോഹരമായിട്ടുള്ള കവിതയായിരുന്നു അല്ലെ. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ടീച്ചർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ മക്കൾ എല്ലാവരും അതൊന്ന് കാണുക. അപ്പൊ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് എന്താണ്? ദയ എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പൊ ടീച്ചർ ഇപ്പൊ എന്താണ് ഒരു പോസ്റ്റർ, സിനിമ പോസ്റ്റർ ഒക്കെ വെച്ചിട്ട് മഞ്ജു വാര്യരൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ചിലർക്കെങ്കിലും മേ ബി സ്കൂളിൽ എടുത്തിട്ടുണ്ടാവണം, അപ്പൊ എടുക്കാത്തവരാണെങ്കിൽ അറിയുണ്ടാവില്ല അല്ലെ. അപ്പൊ ഇതൊരു നമ്മളുടെ രണ്ടാമത്തെ പാഠഭാഗമാണ്. ഇതൊരു സിനിമ കൂടെയാണ്. ഓക്കെ, അപ്പൊ സിനിമയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കഥയും കവിതയും നോവലും ഒക്കെ പഠിക്കുന്ന പോലെ അല്ലെ മറ്റൊരു സാഹിത്യ വിഭാഗമാണ് നമ്മളുടെ തിരക്കഥ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ തിരക്കഥ എന്ന് പറഞ്ഞാൽ എന്താണ്? സിനിമയുടെ സാഹിത്യ രൂപമാണ്. നമ്മൾ ആട്ടക്കഥ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. കഥകളിയുടെ സാഹിത്യ രൂപത്തെയാണ് നമ്മൾ ആട്ടക്കഥ എന്ന് പറയാ. അപ്പൊ അതേപോലെ സിനിമയുടെ സാഹിത്യ രൂപമാണടാ എന്തെന്ന് പറയുന്നത് തിരക്കഥ അല്ലെ. അപ്പൊ ഇതും പുതിയ കാലത്ത് നമ്മൾ ജീവിക്കുന്ന പുതിയ കാലത്ത് എന്താണ് സിനിമ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തൊഴിൽ മേഖലകളുള്ള അല്ലെ പല വിഭാഗം ആളുകൾക്ക് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലോകമാണ് അല്ലെ. ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അഭിനയം മാത്രമല്ല, അതിൽ സാഹിത്യം വരുന്നുണ്ട് അല്ലെ. കലാപരമായിട്ട് എന്തൊക്കെ അഭിനയം അല്ലെ, പാട്ട്, നൃത്തം അല്ലെ, മേക്കപ്പ്, ഇതെല്ലാം ഒരുപാട് കലകൾ ചേർന്നിരിക്കുന്ന ഒരു എന്താ പറയാ കലാരൂപമാണ് സിനിമ എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പോൾ അതിൽ എഡിറ്റിംഗ് ആയിക്കോട്ടെ, വിഷ്വൽ പരമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ, അങ്ങനെ എല്ലാം ചേർന്നിരിക്കുന്ന ഒരു എന്താ പറയാ സങ്കരകല എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ, നാടകത്തിന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഇനിയുള്ള കാലത്തൊക്കെ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു മേഖല കൂടിയാണ്. അപ്പൊ സിനിമയെ കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ മലയാളം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ അതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്? സിനിമയിൽ എന്താ നമ്മൾ പഠിക്കുന്നത്? സിനിമയുടെ തിരക്കഥയാണ്. അപ്പൊ നാളെ ആര് കണ്ടു അല്ലെ? നിങ്ങളിൽ പലരും ചിലപ്പോൾ നാളെ താരങ്ങളാവാം അല്ലെ, എഴുത്തുകാരാവാം അല്ലെ, പാട്ടുകാരാവാം, അഭിനയിക്കുന്ന ആളുകളാവാം, അങ്ങനെ പല രീതിയിൽ നിങ്ങൾ താരങ്ങളായി മാറിയേക്കാം അല്ലെ. അപ്പോൾ ഒരു തിരക്കഥ എങ്ങനെയാണ് എഴുതുക അല്ലെ, എന്തൊക്കെയാണ് തിരക്കഥയുടെ പ്രത്യേകതകൾ, നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ അതൊക്കെ കൂടെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു തിരക്കഥയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിരക്കഥ എഴുതിയിരിക്കുന്ന ആരാണ്? എം.ടി. വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിന്റെ അല്ലെ ദയ എന്ന പെൺകുട്ടി എന്ന് പറയുന്ന ഒരു കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു ബാലസാഹിത്യ നോവലായിരുന്നു എന്ത്? ദയ എന്ന പെൺകുട്ടി എന്ന് പറയുന്ന നോവല്. അപ്പൊ ആ നോവലിൽ നിന്നുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ നോവലിന്റെ ഒരു അല്ലെ ആ നോവലാണ് പിന്നീട് 1992 അദ്ദേഹം ദയ എന്ന പെൺകുട്ടി എന്ന് പറയുന്ന പല സാഹിത്യകൃതി അല്ലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നോവൽ എഴുതുന്നത്. പിന്നീട് അത് 1998 കേട്ടോ. 98 അദ്ദേഹം ദേ എന്ന സിനിമയാക്കി അല്ലെങ്കിൽ അതിനെ തിരക്കഥയാക്കി മാറ്റുന്നത്. ഒരുപാട് തിരക്കഥകൾ എഴുതിയിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് ആര്? എം.ടി. വാസുദേവൻ നായർ അല്ലെ. കഴിഞ്ഞ വർഷം 2024 അദ്ദേഹം എന്ത് ചെയ്തത്? നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള മഹാപ്രതിഭ ജീവിച്ചിരുന്ന ഒരു കാലത്ത് ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ജീവിച്ചതാണെന്ന് പറയുന്നതന്നെ നമ്മളൊക്കെ സംബന്ധിച്ച് എന്താണ് വളരെ വലിയ കാര്യമാണ്. കാരണം അത്ര പ്രതിഭാശാലിയായിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു എം.ടി. എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എം.ടി. മലയാള സാഹിത്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ സാഹിത്യ പ്രത്യേകതകൾ എന്ന് പറയുന്നത് എം.ടി. സ്റ്റൈല് തന്നെയുണ്ട് മലയാള സാഹിത്യത്തിൽ അല്ലെ. ആ വള്ളുവനാടൻ രീതിയിലുള്ള ഭാഷാ ശൈലിയൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ആ രീതിയിൽ പിന്നീട് എഴുതി തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്, ആ എഴുത്ത് രീതി ഇഷ്ടപ്പെട്ട് വായിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് അല്ലെ പ്രാധാന്യമുള്ള അല്ലെ പ്രത്യേകമായിട്ടുള്ള എഴുത്ത് രീതി അവകാശപ്പെടാനുള്ള അങ്ങനെ ഒരുപാട് അല്ലെ. ഇപ്പോൾ നമുക്ക് സംവിധായകനാണെന്ന് പറയാം, അല്ലെങ്കിൽ തിരക്കഥാകൃത്താന്ന് പറയാം, നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്താണ്, നാടകം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ വൈവിധ്യമാർന്ന അല്ലെ മേഖലകളിൽ തൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് എം.ടി. വാസുദേവൻ നായർ. അപ്പൊ അദ്ദേഹം 1992 എഴുതിയിരിക്കുന്ന ഒരു നോവലാണ് ഇത് ദയ എന്ന് പറയുന്ന പെൺകുട്ടി. ദയ എന്ന പെൺകുട്ടി എന്ന് പറയുന്ന നോവൽ. ഓക്കെ, അത് പിന്നീട് 1998 എന്താക്കി മാറ്റിയായിരുന്നു? സിനിമയാക്കി മാറ്റുമായിരുന്നു. വേണു എന്ന് പറയുന്ന സംവിധായകനാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ സിനിമ ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമയാണ്. സ്ത്രീക്ക് പ്രാധാന്യമുള്ള, അപ്പൊ മഞ്ജു വാര്യരാണ് അതിന്റെ ടൈറ്റിൽ അല്ലെ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ വളരെ ഒരു സ്ത്രീപക്ഷ സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ അത് അത്രയും വിജയിച്ചിട്ടുള്ള ഒരുപാട് അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു സിനിമ കൂടെയാണ് കേട്ടോ. ദയ എന്ന് പറയുന്ന സിനിമ ഒരുപാട് പുരസ്കാരങ്ങൾ അതിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള സിനിമയാണ്. അപ്പൊ സ്ത്രീകൾക്ക് അല്ലെ സ്ത്രീകളുടെ അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യമുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ സ്ത്രീയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ സ്ത്രീക്ക് അല്ലെ പുരുഷനെ പോലെ സ്ത്രീക്കും പല കാര്യങ്ങൾ ചെയ്യാനാവും എന്നൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഏത്? ദയ എന്ന് പറയുന്ന സിനിമ. ഓക്കെ, അപ്പൊ നമുക്ക് ആ സിനിമയുടെ എന്താണ് നമുക്ക് ഈ ഒരു തിരക്കഥയിൽ ഏത് ഭാഗം മുതലാണ് പഠിക്കാനുള്ളത് നോക്കാം. 59 മുതൽ 62 വരെ 64 63 വരെയുള്ള സീനുകളാണ് എന്ത് ചെയ്യുന്നത്
നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ സീനുകൾ തിരിച്ചിട്ടാണ് നമ്മൾ തിരക്കഥയിൽ എഴുതുക അല്ലേ. അപ്പോൾ 59 മുൻപുള്ള സീനുകളുണ്ട്, അതിനുശേഷമുള്ള സീനുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരമൊക്കെ എന്ത് ചെയ്യുക, 2 മണിക്കൂർ എങ്ങാനുള്ളൊരു സിനിമയാണ്, യൂട്യൂബിലൊക്കെ അത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക അല്ലെ, എങ്ങനെയാണ് അതിൻ്റെ മേക്കിങ്. ഇപ്പോൾ ഓരോ സീനും അല്ലേ എങ്ങനെയാണ് സീനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മൾ ടെക്സ്റ്റ് വായിച്ചതിന് ശേഷം ആ സിനിമ കാണുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആ സീനുകൾ എങ്ങനെയാണ്, 59ാമത്തെ സീൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, 60ാമത്തെ സീൻ എങ്ങനെയാണെന്നൊക്കെയുള്ള നമുക്കൊന്ന് എന്ത് ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാം അല്ലേ. അപ്പോൾ അത് സിനിമ കാണാൻ പറ്റുന്ന ആളുകൾ അത് കണ്ടാൽ കുറച്ചുകൂടി എന്തായിരിക്കും, നന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചർ അതിൻ്റെ ഏകദേശ ധാരണ തരാം, എന്താണ് ആ സിനിമയിൽ പശ്ചാത്തലം എന്ന് നമുക്ക് നോക്കാം. കണ്ടിട്ടില്ലാത്തവരായിരിക്കും, എന്തായാലും നിങ്ങളൊന്ന് കാണുക കേട്ടോ, സിനിമ കാണുന്നത് നിർബന്ധമാണ്. എങ്കിലും ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്താം എന്തൊക്കെയാണ് അതിൻ്റെ കഥ അല്ലെ, അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ബുദ്ധിവൈഭവത്തിൽ ആരെയും വെല്ലുന്ന സുമുറൂദ് എന്ന് പറയുന്ന വളരെ ശക്തിയായിട്ടുള്ളൊരു കഥാപാത്രമാണ് ഇതിലെ പ്രധാന കഥാപാത്രമായ മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന കഥാപാത്രം. ഓക്കെ, അപ്പോൾ സുമുറൂദ് എന്ന് പറയുന്ന പെൺകുട്ടിയാണ്, ധയ എന്നാണ് അവളെല്ലാവരും വിളിച്ചിരുന്നത്, അവളെല്ലാവരും ധയ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ആ സുമുറൂദിൻ്റെ കഥയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം കേട്ടോ. ബാഗ്ദാദിലെ സമ്പന്ന യുവാവായിരുന്ന മൻസൂറാണ് മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം. ഇതാണ് നമ്മളുടെ മൻസൂർ. അപ്പോൾ മൻസൂറിന്റെ വീട്ടിലുള്ള ജോലിക്കാരിയായിരുന്നു ആര്, ധയ എന്ന് പറയുന്ന പെൺകുട്ടി കേട്ടോ. അപ്പൊ ഒരുപാട് ജോലിക്കാർ ആ വീട്ടിലുണ്ടായിരുന്നു. മൻസൂറിന്റെ പിതാവ് ഒരു എന്താ പറയാ വലിയ ഒരു പൈസക്കാരനായിരുന്നു, അയാൾ ഒരു പ്രഭുവായിരുന്നു. അപ്പൊ അയാൾ വയ്യാതെ കിടക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണശേഷം എന്ത് ചെയ്യാണ്, ഈ സ്വത്തുക്കളുടെ അവകാശമൊക്കെ ആർക്ക് വരികയാണ്, നമ്മുടെ ആർക്കാണ് വരുന്നത്, കഥാനായകന് വരികയാണ് അല്ലെ, മൻസൂറിന് വരികയാണ്. പക്ഷെ മൻസൂർ ഇതൊക്കെ എന്ത് ചെയ്യണോ, കളഞ്ഞു കുളിക്കുക, നശിപ്പിക്കുന്ന അല്ലെ, ഉത്തരവാദിത്വം ഇല്ലാതെ വളരെ എന്താ പറയാ അലങ്കോലമായിട്ട് ജീവിതത്തെ കൊണ്ടുപോയിട്ടുള്ള അല്ലെ ഒരു ചെറുപ്പക്കാരനായിരുന്നു, ഒരു യുവാവായിരുന്നു. അപ്പോൾ മൂപ്പർക്ക് അതിൻ്റെ പ്രാധാന്യമൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ അത് മുഴുവൻ അദ്ദേഹം നശിപ്പിക്കുകയാണ്. അയാളുടെ സ്വത്തുക്കൾ മുഴുവൻ എന്ത് ചെയ്യുന്നു, ആളുകൾ കൂടെ നിൽക്കുന്നുണ്ട്, അതൊക്കെ അല്ലെ കൈയടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അല്ലേ അയാൾ എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. അപ്പോൾ വീട് നഷ്ടപ്പെടുന്നു, ജോലിക്കാരെ നഷ്ടപ്പെടുന്നു, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അയാൾക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോഴും എന്ത് ചെയ്യുന്നു, അയാൾക്ക് കൂടെ അല്ലെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലും എന്ത് ചെയ്യാണ് സുമറൂദ് അല്ലെങ്കിൽ ധയ അയാളെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അയാളുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, അയാളെ രക്ഷിക്കുവാൻ വേണ്ടി ധയ തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പൊ മൻസൂറിനെ കച്ചവടം തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സ്വയം അടിമയാവാൻ അല്ലേ നമ്മളുടെ ധയ തയ്യാറാവുകയാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു, പൈസ വേണമല്ലോ കച്ചവടം ബിസിനസ്സൊക്കെ തുടങ്ങണമെങ്കിൽ. അപ്പം ഞാൻ നിന്റെ അടിമയാവും, എന്നെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റോളാൻ ആര് പറയാണ്, ധയ പറയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, അവർ കച്ചവടം ചെയ്യാൻ വേണ്ടിച്ച് അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടിച്ച് ധയൻ എന്ത് ചെയ്യാണ്, നമ്മളുടെ അല്ലെ കച്ചവട സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്, ചന്തയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം ധയ അല്ലെ തനിക്ക് ഇത്രയും പൈസയാണ് അല്ലെ, ഇത്രയും പൈസ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടിമയാവാന്ന് പറയാണ്. അപ്പോൾ ആളുകൾ അന്വേഷിക്കുന്നു എന്തുകൊണ്ടാണ്, അപ്പോൾ എനിക്ക് എത്രയും ബുദ്ധിവൈഭവമുണ്ട്, എനിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ ധയ പറയും. അപ്പൊ ഇത് രാജഭടന്മാർ കാണുകയും അല്ല ഇത്രയും പൈസയൊക്കെ അവകാശപ്പെട്ട ധയൻ എന്ത് ചെയ്യാണ്, അവളുടെ ബുദ്ധി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ അങ്ങനെ കൊട്ടാരത്തിൽ എന്ത് ചെയ്യണു, അവളുടെ അറിവും ബുദ്ധിവൈഭവവും ഒക്കെ എന്ത് ചെയ്യാണ്, പരീക്ഷിക്കപ്പെടുകയാണ്. ആളുകൾ ഇങ്ങനെ പല ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു, വലിയ വലിയ പണ്ഡിതന്മാരിരിക്കുന്നുണ്ടാവും ആ രാജവേദിയിൽ. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യാണ്, അതൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ കൃത്യമായിട്ടുള്ള അവരൊക്കെ അല്ലെ ഉത്തരം മുട്ടിക്കുന്ന തരത്തിലുള്ള മറുപടികൾ ധയയുടെ കയ്യിലുണ്ടായിരുന്നു. ഒടുവിൽ പണ്ഡിതന്മാരുടെ ചോദ്യങ്ങൾക്ക് പതറാതെ ഉത്തരം നൽകിയ ധയയെ എല്ലാവരും അത്ഭുതപ്പെടുത്തുകയാണ് ധയ അല്ലെ. അങ്ങനെ ബുദ്ധി പരീക്ഷണങ്ങളിൽ വിജയിച്ച് സമ്മാനങ്ങളുമായിട്ടാണ് ധയയും സുമറൂദും മടങ്ങുന്നത്. അപ്പൊ അവിടുന്ന് പിന്നീട് അല്ലെ കൊള്ളക്കാരുടെ കയ്യിൽ അകപ്പെടുന്നു. അങ്ങനെ കുറെ കാലം എന്ത് ചെയ്യാണ്, അവരുടെ തടവിൽ കഴിയുന്നു. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് ഒരു കള്ളന്റെ വീട്ടിലെത്തുന്നു. അവിടുന്ന് വേഷം മാറി ഒരു ആൺകുട്ടിയുടെ അല്ലെ ഒരു യുവാവിന്റെ വേഷം ധരിച്ച് കുതിരപ്പുറത്ത് അവിടുന്ന് രക്ഷപ്പെടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഒരു രാജകൊട്ടാരത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജപരിസരത്ത് അല്ലെ കവാടത്തിന്റെ പരിസരത്തിൽ എത്തുകയും അവിടെ ആ സമയത്ത് എന്താണ് ഒരു മന്ത്രിയെ അല്ലെ തെരഞ്ഞെടുക്കാനുള്ള പരീക്ഷണങ്ങൾ നടക്കുകയും അങ്ങനെ ആ പരീക്ഷണങ്ങളിലേക്ക് എന്ത് ചെയ്യാണ് ധയ പങ്കെടുക്കുകയും അതിൽ വിജയിക്കുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്യുന്നതാണ് നമുക്ക് പഠിക്കാനുള്ള 59 മുതലുള്ള സീനുകൾ. അതാണ് നമ്മുടെ പാഠഭാഗം, അവിടെ മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതാണ് കഥയുടെ ഒരു പശ്ചാത്തലം. മൻസൂറും നമ്മുടെ മഞ്ജു വാര്യരും ഒക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി വരുന്നത്. നെടുമുടി വേണുവാണ് ഇതിലെ രാജാവായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് വരുന്നത്. അങ്ങനെ രസമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പാഠഭാഗമാണ് നമ്മളുടെ ഈ ധയ എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ ജ്ഞാനപീഠ ലഭിച്ചിട്ടുള്ള MT വാസുദേവൻ നായർ എഴുതിയിട്ടുള്ള അല്ലെ ധയ എന്ന് പറയുന്ന പെൺകുട്ടി 1992 ഈ നോവൽ എന്ത് ചെയ്തിരിക്കുന്നത്, എഴുതിയത്. അത് പിന്നീട് സിനിമയാക്കി മാറ്റാണ്. പ്രമേയത്തിലും അതേപോലെ എന്താണ്
ഒരുപാട് അല്ലെ അവതരണത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ പുലർത്തിയിരുന്ന അറേബ്യൻ പശ്ചാത്തലത്തിലാണ് ഈ ഒരു രചന എഴുതിയിരിക്കുന്നത്. ഏറ്റവും അല്ലെ നല്ല രചനയ്ക്കുള്ള ഏറ്റവും നല്ല തിരക്കഥയ്ക്കുള്ള അല്ലെ സംസ്ഥാന സർക്കാരിന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി പുരസ്കാരം ഉൾപ്പെടെ ദേശീയ തലത്തിലും സംസ്ഥാനത്തിലുമായി ഒട്ടേറെ 7ഓളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു ചലച്ചിത്രമാണ്. അങ്ങനെ നിസ്സാര ഒരു സിനിമയൊന്നും അല്ല നമുക്ക് പഠിക്കാനുള്ളത്. ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അല്ലെങ്കിൽ തിരക്കഥയാണ് ദയ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും പ്രാധാന്യമുള്ളൊരു സിനിമയുടെ തിരക്കഥയാണ് നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പൊ 1001 രാവുകളിലുള്ള നമുക്കറിയാം അല്ലെ അറേബ്യൻ നൈറ്റ്സ് എന്ന് പറയുന്ന ഈ 1001 രാവുകളിലുള്ള ഒരു കഥയാണ് കേട്ടോ. അതിലുള്ള ഒരു കഥയെ ആസ്പദമാക്കിയിട്ടാണ് ദയ എന്ന് പറയുന്ന പെൺകുട്ടി അല്ലെ എന്ന ബാലസാഹിത്യ നോവൽ ആര് രചിച്ചത്? MT വാസുദേവൻ നായർ രചിച്ചത്. ബാഗ്ദാദ് പശ്ചാത്തലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കഥ നടക്കുന്നത് കേട്ടോ. അതീവ ബുദ്ധിമതിയായിരുന്നു ദയ. അപ്പോൾ ദരിദ്രനായിട്ടുള്ള യജമാനെ അല്ലെ എല്ലാവരും ഉപേക്ഷിച്ച് പോയ ശേഷം എന്ത് ചെയ്യാണ് കൂടെ നിന്ന് സംരക്ഷിക്കുന്ന ഒരു ദയയുടെ കഥാപാത്ര നിരൂപണം എന്ത് ചെയ്യും 7 മാർക്കിന് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ കഥാപാത്ര നിരൂപണമായിട്ട് ദയയുടെ ക്യാരക്ടർ അല്ലെ ചോദിക്കുന്ന ഒരു കഥാപാത്രമാണ്. ദയയാണ് അടിമുടി ദയ നിറഞ്ഞു നിൽക്കുന്ന ഒരു അല്ലെ തിരക്കഥയാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അതിലുള്ള കുറെ പ്രയോഗങ്ങൾ, രസകരമായിട്ടുള്ള സംഭാഷണ ശകലങ്ങൾ അതൊക്കെ എന്ത് ചെയ്യാം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ അത് കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഭാഗവും നമ്മൾ വായിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ധാരണ മക്കൾക്ക് കിട്ടിയില്ലേ എന്താണ് പാഠഭാഗം, എങ്ങനെയാണ് അത് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെ ചോദ്യോത്തരങ്ങളോ അല്ലെങ്കിൽ കഥാപാത്ര നിരൂപണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മക്കൾ ഈ ലൈവിന്റെ താഴെ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്താലേ ടീച്ചർക്ക് അറിയുള്ളൂ അല്ലെ. അപ്പോൾ അതനുസരിച്ച് ടീച്ചർ എന്ത് ചെയ്യാം അടുത്ത ലൈവിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് മക്കൾക്ക് അത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക അല്ലെ. നമുക്ക് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പാഠഭാഗങ്ങളാണ് കേട്ടോ. ഈ ഒരു പാഠഭാഗത്തുനിന്ന് എന്ത് ചെയ്യും നമുക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ഒരു പാഠഭാഗമാണ്. അപ്പോൾ ഇനി വളരെ കുറച്ച് അല്ലെ ദിവസങ്ങളൊക്കെയാണ് നമുക്ക് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ഇനിയും പഠിച്ചൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ വേഗം എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചൊക്കെ തുടങ്ങണം അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പുറകിലായി പോകും. നമുക്ക് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യണം. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. നിങ്ങൾക്കിനി ചാപ്റ്റേഴ്സൊക്കെ വേണ്ടത് മക്കളെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.